എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ സിലബസിൽ 4ാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 1-2 യൂണിറ്റുകൾ വളരെ ബൃഹത്തായ രീതിയിൽ സബ്ജക്റ്റ് മാറ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3ാമത്തെ യൂണിറ്റ് ഏറ്റവും ചെറുതാണ്, 4ാമത്തെ യൂണിറ്റ് ചെറുതാണ്. അപ്പോൾ 3-4 യൂണിറ്റുകൾ വളരെ ചെറിയ കണ്ടന്റ് മാറ്റേഴ്സേ ഉള്ളൂ. 1-2 യൂണിറ്റുകൾ വളരെ എലാബറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നുള്ളതാണ് നമ്മുടെ സിലബസ് ഫോർമേഷൻ്റെ ഒരു ഇഷ്യൂ. അങ്ങനെ ഇഷ്യൂ ആയി ഞാൻ പറയുന്നില്ല. ഈ വളരെ ക്രൗഡഡ് ആയിട്ടും വളരെ കൂടുതൽ കണ്ടന്റ് മാറ്റേഴ്സും ഉള്ള 1-2 യൂണിറ്റുകളുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് 3ാമത്തെ 4ാമത്തെ യൂണിറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ, ഏതായിരുന്നാലും നമ്മൾ ഇത്രയും കണ്ടന്റ് മാറ്റേഴ്സ് എങ്ങനെ എത്ര യൂണിറ്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും പഠിക്കേണ്ടതാണ്. അപ്പോൾ 4ാമത്തെ യൂണിറ്റിൽ പ്രധാനമായിട്ടുള്ളത് ലോജിക്കൽ ഗേറ്റുകൾ, അതുപോലെ PN ജംഗ്ഷൻ ഡയോഡുകൾ ഉപയോഗിച്ചുള്ള ഫുൾ വേവ് റെക്ടിഫയർ. 2 രീതിയിലുള്ള റെക്ടിഫയറുകൾ വളരെ പോപ്പുലറാണ്. ഒന്ന് 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയറും അതുപോലെ 4 ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറുകളും ഉപയോഗത്തിലുണ്ട്. അപ്പോൾ അത് രണ്ടും പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ സിസ്റ്റം, അതായത് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം, അതിനെക്കുറിച്ച് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം, ഒരു വളരെ ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. പിന്നെ വരുന്നത് ട്രാൻസിസ്റ്റർ, PNP ആൻഡ് NPN ട്രാൻസിസ്റ്റർ, അതിൻ്റെ വർക്കിംഗ്. പിന്നെ SCRകൾ, സിലിക്കോൺ കൺട്രോൾ റെക്ടിഫയർ SCRകൾ, അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. പിന്നെ ഓഫീസ് ഓട്ടോമേഷൻ, അത്രയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഒരു കണ്ടന്റ് മാറ്റർ ഉൾക്കൊള്ളുന്ന ഒരു സിലബസാണ് 4ാമത്തെ യൂണിറ്റ്. പിന്നെ നമ്മൾ ആരംഭിക്കുന്നത് ലോജിക്കൽ ഗേറ്റുകളിൽ ആൻഡ് ഗേറ്റ്, ഓവർ ഗേറ്റ്, അതുപോലെ നോട്ട് ഗേറ്റ് അഥവാ ഇൻവേർട്ടർ, പിന്നെ 2 ഗേറ്റുകളുണ്ട്. ആ 2 ഗേറ്റുകൾ നണ്ട് ഗേറ്റ്, പിന്നെ ഒന്ന് നോർ ഗേറ്റ്. നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ റെഫർ ചെയ്യാറുള്ളത്. യൂണിവേഴ്സൽ ഗേറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് സിലബസിൽ അറിയാൻ വേണ്ടിയിട്ട്, കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഗേറ്റുകളൊക്കെ, ലോജിക്കൽ ഗേറ്റുകളൊക്കെ മിക്കവാറും ഓൺവേഡ് ക്വസ്റ്റ്യൻ ആൻസറിൽ ആണ് മിക്കവാറും വരുന്നത്. അല്ലാതെ കുറെ കൂടെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ഇതിലും വരാം. എന്നാലും ഓൺവേഡിൽ നമുക്ക് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്കിലോ ഉത്തരം വരേണ്ട 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ആണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്ക് ലോജിക്കൽ ഗേറ്റ് നിന്ന് ആരംഭിക്കാം. ആദ്യത്തെ ഗേറ്റ് ആൻഡ് ഗേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് ഇപ്പോൾ 2 ഇൻപുട്ടോ 2-ൽ കൂടുതൽ ഇൻപുട്ടുകളോ ഉള്ള ആൻഡ് ഗേറ്റുകളുണ്ട്. ഇവിടെ 2 ഇൻപുട്ട് മാത്രം ഉള്ള ആൻഡ് ഗേറ്റാണ് ഞാനിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് എയും ബിയും 2 പ്രത്യേക ഇൻപുട്ടുകളാണ്. A ഒരു ഇൻപുട്ട്, B ഒരു ഇൻപുട്ട്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് A.B അല്ലെങ്കിൽ A×B എന്നുള്ള ആ രീതി അനുസരിച്ച് ആ ഒരു ഫംഗ്ഷൻ വെച്ചുകൊണ്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. എൻ്റെ ട്രൂത്ത് ടേബിൾ അപ്പുറത്ത് വരച്ചിട്ടുണ്ട്. ഇൻപുട്ട് A, ഇൻപുട്ട് B, അടുത്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A.B അല്ലെങ്കിൽ A×B, AB ആണ് ഔട്ട്പുട്ട്. ഇപ്പോൾ 2 ഇൻപുട്ടുകൾ ഔട്ട്പുട്ട്. എൻ്റെ ട്രൂത്ത് ടേബിളാണ്, എൻ്റെ പോസിബിലിറ്റീസ് വരുന്ന ട്രൂത്ത് ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇൻപുട്ടുകൾ, ഒരു ശരിക്കും ബൈനറി ഇൻപുട്ട് ആയതുകൊണ്ട് ലോ എന്നും ഹൈ എന്നും പലപ്പോഴും പറയും. ലോ 2 ഇൻപുട്ടുകൾ, ലോ അല്ലെങ്കിൽ ഹൈ, അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അല്ലെങ്കിൽ 0 ഓർ 1. ഈ രീതിയിലൊക്കെ നമ്മൾ ഈ ബൈനറി ഇൻപുട്ടിനെ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സിഗ്നലുകൾ എന്ന് പറയുന്നത് വോൾട്ടേജ് സിഗ്നലാണ് കൊടുക്കുന്നത്. ലോ വോൾട്ടേജ് സിഗ്നലും ഹൈ വോൾട്ടേജ് സിഗ്നലും, പോസിറ്റീവ് വോൾട്ടേജ് സിഗ്നലും നെഗറ്റീവ് വോൾട്ടേജ് സിഗ്നൽ, അല്ലെങ്കിൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ, അതുപോലെ പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ, ഇത് വോൾട്ടേജ് സിഗ്നലുകളാണ്. ഇപ്പോൾ
പോസിറ്റീവ് അല്ലെങ്കിൽ ഹൈ എന്നൊക്കെ പറയുന്ന ആ വോൾട്ടേജ് സിഗ്നൽ ഏകദേശം 1 വോൾട്ടിനും 5 വോൾട്ടിനും ഇടയ്ക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യും. ദി പോസിറ്റീവ് ഓർ ഹൈ or 1 level voltage signal can be, we can set the voltage range from 1 volt to 5 volt. അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വോൾട്ടേജ് ആക്കി സെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, പ്ലസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈക്ക് വേണ്ടി. പിന്നെ ലോ അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ആ സിഗ്നലിന് വേണ്ടിയിട്ട് 0ക്കും 0.8 വോൾട്ടിനും ഇടയ്ക്ക് 0.8 വോൾട്ടിന് ഇടയ്ക്കുള്ള ഒരു വോൾട്ടേജ് വെച്ച് കൊടുക്കാം. 0 വോൾട്ട് ശരിക്കും 0 അല്ലെങ്കിൽ ലോ എന്ന് പറയുന്ന ഒരു റെഫറൻസ് ആക്കി എടുക്കുകയും ഒരു 1 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് ഒരു ഹൈക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സിഗ്നലായി നമുക്ക് എടുക്കാവുന്നതാണ്. ഈ രണ്ട് ബൈനറി വാല്യൂസ് 0, 1 അല്ലെങ്കിൽ മൈനസ്, പ്ലസ്, നെഗറ്റീവ്, പോസിറ്റീവ്, ലോ, ഹൈ എന്നൊക്കെ ആ റേഞ്ചിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രണ്ട് സിഗ്നലുകളാണ് എക്കും ബിക്കും നമ്മൾ കൊടുക്കുന്നത്. എക്കൊരു ഹൈ, ബിക്കൊരു ലോ, അല്ലെങ്കിൽ എക്കൊരു പ്ലസ്, ബിക്കൊരു 0, അല്ലെങ്കിൽ എക്കൊരു 0, എക്കൊരു നെഗറ്റീവ്, ബിക്കൊരു പോസിറ്റീവ്, whatever it is. The two inputs A and B will have any values of plus and minus or high and low. അങ്ങനെ ഇൻപുട്ട് കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻറ്റിഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ളത് അത് A into B എന്ന് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആൻറ്റിഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ഇൻപുട്ടുകളും ഹൈ ആയിരിക്കും. രണ്ട് ഇൻപുട്ടുകളും ഹൈ ആയിരിക്കും. Both of the two inputs of A and B must be high, then we get an output high. അല്ലാത്ത കേസുകളിലെല്ലാം നമുക്ക് ഔട്ട്പുട്ട് ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ്. അപ്പം അതനുസരിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ A.B എന്ന് പറയുന്നത് ഈ ആൻറ്റിഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ടിനെ റെഫർ ചെയ്യുന്നത് എങ്കിൽ ആൻറ്റിഗേറ്റ് എന്നുള്ള പേര് കിട്ടാൻ തന്നെ കാര്യം, if we will have a output of a high value, both A and B inputs are high എന്നുള്ളത്. ആ ആൻഡാണ് പറയുന്നത്. Both A and B inputs are high, then we will get a high output എന്നുള്ള മീനിങ്ങിലാണ് ആൻഡ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റില് നമ്മൾ A ഇൻപുട്ട് 0 അല്ലെങ്കിൽ ലോ, B ഇൻപുട്ട് 0 അല്ലെങ്കിൽ ലോ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് A.B അത് ഔട്ട്പുട്ട് 0 തന്നെയാണ്, ഔട്ട്പുട്ട് ലോ. ഇനി on the next time we give A input 0 and B input 1, or A input low and B input high, then that time also we will get an output of low. On the third time we give A input high and B input low, or A input 1 and B input 0, we get an output of 0. And the last time we give both of the two inputs A and B positive, or both of the two inputs are high, then we get an output of a high 1. Okay. ഇതാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഒരു ആൻറ്റിഗേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രം ആൻറ്റിഗേറ്റ് വി ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ഓഫ് ഹൈ സിഗ്നൽ, ബോത്ത് ഓഫ് ദി ടു ഇൻപുട്സ് മസ്റ്റ് ബി ഹൈ എന്നെഴുതുക ട്രൂത്ത് ടേബിൾ ആണ്. അടുത്തത് ഓർ ഗേറ്റ്. ഓർ ഗേറ്റും അതുപോലെ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് A+B. ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് A+B. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A പോസിറ്റീവും B നെഗറ്റീവ് ആണെങ്കിലും ഔട്ട്പുട്ട് പോസിറ്റീവ് ആകും. അതുപോലെ A നെഗറ്റീവും B പോസിറ്റീവ് ആണെങ്കിലും ഔട്ട്പുട്ട് പോസിറ്റീവ് ആകും എന്നുള്ളതാണ് കണ്ടീഷൻ. അതുപോലെ എയും ബിയും പോസിറ്റീവ് ആണെങ്കിലും ഔട്ട്പുട്ട് പോസിറ്റീവ്. 3 കണ്ടീഷനിലും ഔട്ട്പുട്ട് പോസിറ്റീവായി കിട്ടാൻ ഈ ഓർ ഗേറ്റിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഇഫ് വി ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ഓഫ് A+1, either A or B must be positive എന്നുള്ളത്. Either A or B must be positive, we get a positive output. Truth table A+B ആണ് വരുന്നത് ഔട്ട്പുട്ട്. അപ്പോൾ ആദ്യം എക്ക് 0 അല്ലെങ്കിൽ ലോ,
ബിക്കും ഇൻപുട്ട് 0 അല്ലെങ്കിൽ ലോ. അങ്ങനെ വരുമ്പോൾ രണ്ടും 0 അല്ലെങ്കിൽ രണ്ടും ലോ ആയതുകൊണ്ട് ഔട്ട്പുട്ട് ലോ. അടുത്ത് സെക്കൻഡ് ടൈം എ is applied a low signal and B input is applied to a high signal, then A plus B, 0 plus 1, 1. On the third time, A positive or A high and B 0 or B low, then 1 plus 0 is equal to 1. Output approach positive. In random 1 plus 1 is also 1. Binary, and 1 plus 1 is 1. രണ്ടും പോസിറ്റീവ് ആയപ്പോൾ ഔട്ട്പുട്ടും പോസിറ്റീവ്, അല്ലെങ്കിൽ രണ്ടും ഒന്നായപ്പോൾ രണ്ടും ഹൈ ആയപ്പോൾ ഔട്ട്പുട്ട് ഹൈ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓർ ഗേറ്റ് എ ഓർ ബി പോസിറ്റീവ് ആയാൽ ഔട്ട്പുട്ട് പോസിറ്റീവ്, അല്ലെങ്കിൽ എ ഓർ ബി ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ. അടുത്ത മൂന്നാമത്തെ ഗേറ്റ്, മൂന്നാമത്തെ ഫണ്ടമെന്റൽ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവെർട്ടറാണ്, അതായത് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അത് കിട്ടില്ല. When the input is positive, then output is not positive എന്നുള്ളതാണ് നോട്ട് ഗേറ്റ്. ഇൻവെർട്ടർ ഇൻവെർട്ട് ചെയ്യും, ഇൻപുട്ടിനെ ഇൻവെർട്ട് ചെയ്ത് ഔട്ട്പുട്ട് തരും. അപ്പോൾ ഇൻപുട്ട് നമുക്ക് ഇപ്പോൾ ഒരു സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ഒരു ഇൻവെർട്ടറിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എ പ്ലസ് എന്നാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഇൻവേർഷനാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ആകെ 2 ലെവലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ബൈനറി ലോജിക്കുകളേ ഉള്ളൂ. ഈ 1ഉം 0ഉം, അല്ലെങ്കിൽ ലോയും ഹൈയും, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ എയിൽ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എ ബാർ ആണ്, നെഗറ്റീവ്. എയിലെ നെഗറ്റീവ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എ ബാർ ആയതുകൊണ്ട് അതിൻ്റെ ഇൻവേർഷൻ പോസിറ്റീവ് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ലോ, ഇവിടെ ഹൈ. ഇവിടെ ഇൻപുട്ട് ഹൈ, ഔട്ട്പുട്ട് ലോ. ഇൻപുട്ട് 0, ഔട്ട്പുട്ട് 1. ഇൻപുട്ട് 1, ഔട്ട്പുട്ട് 0. അതെല്ലാം കിട്ടും. ട്രൂത്ത് ടേബിൾ ഇതാണ്. Output of high will be obtained if the input is low എന്നുള്ള രീതിയിൽ അതിനാണ്. ഓക്കെ, ഇത് 3 ഫണ്ടമെന്റൽ ഗേറ്റുകൾ ആൻഡ് ഓർ നോട്ട്, 3 ബേസിക് ഫണ്ടമെന്റൽ ഗേറ്റ്. ഇനി അടുത്ത് നമുക്ക് 2 ഗേറ്റുകളുടെ പഠിക്കാനുണ്ട്. ആ 2 ഗേറ്റുകൾ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. യൂണിവേഴ്സൽ ഗേറ്റ്സ്, അത് നണ്ട് ഗേറ്റും നോർ ഗേറ്റും. ഓക്കെ, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും രണ്ടും യൂണിവേഴ്സൽ ഗേറ്റുകളാണ്. യൂണിവേഴ്സൽ ഗേറ്റ്. യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഇതില് നണ്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗേറ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. നോട്ട് ഗേറ്റിന്റെയും അതുപോലെ നോട്ട് ഗേറ്റിന്റെയും ആൻഡ് ഗേറ്റിന്റെയും കോമ്പിനേഷനാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ ആദ്യത്തെ ആൻഡ് ഗേറ്റിന്റെ ആ ഒരു സിമ്പിളും പിന്നെ നോട്ട് ഗേറ്റിന്റെ ഒരു ബബിളും കൂടി ചേർത്തിട്ടാണ് നണ്ട് ഗേറ്റ് വരുന്നത്. ഈ ബബിൾ, അതുപോലെ ഇവിടെയും ബബിൾ. ഈ 2 ബബിളും സൂചിപ്പിക്കുന്നത് ഒറിജിനൽ ആൻഡ് ഗേറ്റിനോടൊപ്പവും ഒറിജിനൽ ആൻഡ് ഗേറ്റിനോടൊപ്പവും ഒറിജിനൽ ഓർ ഗേറ്റിനോടൊപ്പവും കമ്പൈൻ ചെയ്ത് ക്ലബ് ചെയ്ത നോട്ട് ഗേറ്റുകൾ. അപ്പോൾ അതാണ് നോട്ട് ആൻഡ് ഗേറ്റ്, നോട്ട് ഓർ ഗേറ്റ്. അതാണ് നണ്ട് ഗേറ്റും നോർ ഗേറ്റും. ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ ആൻഡ് ഗേറ്റിന്റെ ജസ്റ്റ് ഇൻവേർഷൻ ആയിരിക്കും. ആൻഡ് ഗേറ്റിൽ നമ്മൾ പറഞ്ഞത് 2 ഇൻപുട്ടുകളും ഹൈ ആവുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുന്നുള്ളൂ. ഇവിടെ 2 ഇൻപുട്ടുകളും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. 2 ഇൻപുട്ടുകളും ഹൈ ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ. ഒറിജിനൽ ആൻഡ് ഗേറ്റിൽ ഈ 2 ഇൻപുട്ടുകൾ 0 ആയപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരുന്നു. പക്ഷെ അതിന്റെ ഇൻവേർഷൻ AND ഗേറ്റിൽ വന്നപ്പോൾ ഹൈ ആണ്. അതുപോലെ 0, 1 ഒറിജിനൽ ആൻഡ് ഗേറ്റിൽ അതൊരു ലോ സിഗ്നലിലെ തരത്തിലായിരുന്നു. അതിന്റെ സ്ഥാനത്ത് നോട്ടോടെ ഇട്ടപ്പോൾ നണ്ട് ആയപ്പോൾ അത് ഹൈ ആണ്. അതുപോലെ 1, 0 ഒറിജിനൽ ആൻഡ് ഗേറ്റിൽ നമുക്ക് ഒരു ലോ സിഗ്നലിൽ തരുന്ന ഔട്ട്പുട്ട് ആയിട്ട്, പക്ഷെ ഇവിടെ അത് ഒരു നോട്ടോടെ കയറ്റിയപ്പോൾ അത് ഹൈ സിഗ്നൽ.
ഇനി ഒറിജിനൽ ആൻഡ് ഗേറ്റിൽ രണ്ട് ഹൈ സിഗ്നലുകൾ ഒരു ഹൈ സിഗ്നൽ ഔട്ട്പുട്ടിനെ പ്രതിനിധാനം ചെയ്തപ്പോൾ അത് നാൻഡ് ഗേറ്റ് ആയപ്പോൾ അത് ലോ സിഗ്നൽ ആയിരുന്നു. ശരിക്കും വാട്ട് ദ ട്രൂത്ത് ടേബിൾ deficits for the original AND gate, the truth table will be inversed for the NAND gate. Truth table inverse ചെയ്തു അതിൻ്റെ ഔട്ട്പുട്ടുകളെ ഇൻവേഴ്സ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അത് ഓർ ഗേറ്റിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഒറിജിനൽ ഓർ ഗേറ്റിൽ എന്ത് കിട്ടിക്കൊണ്ടിരുന്നോ അത് നോട്ട് ഗേറ്റ് കൂടെ ഇട്ട് നോർ ഗേറ്റ് ആക്കി മാറ്റിയപ്പോൾ അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ടുകൾ നേരെ ഇൻവേഴ്സ്. ഒരു ഇവിടെ ഔട്ട്പുട്ട് രണ്ട് ഗേറ്റിലെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി അല്ല, എ ബി അല്ല, എ ബി ബാർ. ഇവിടെ അത് എ പ്ലസ് ബി അല്ല, ഓർ ഗേറ്റിലെ എ പ്ലസ് ബി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോർ ഗേറ്റിലായപ്പോൾ എ പ്ലസ് ബി ബാർ. എ പ്ലസ് ബി ബാർ എന്ന് പറയുന്നത് എ പ്ലസ് ബി നോട്ട് ചെയ്തത്. എ ബി ബാർ എന്ന് പറയുന്നത് എ ബി എ നോട്ട് ചെയ്തിട്ടാണ് എ ബി ബാർ ആയത്. അപ്പോൾ റിസൾട്ടുകളെല്ലാം നേരെ അങ്ങനെ തിരിച്ചാണ് റിസൾട്ട് കിട്ടുന്നത്. 001 മറ്റേത് 001 മറ്റേത് 000 ആൻഡിൽ. അടുത്ത് 01 ആൻഡിൽ 0 ആണ്, ഇവിടെ നാൻഡിൽ 1 10 ആൻഡിൽ 0 ആണ്, നാൻഡിൽ 11 ആൻഡിൽ 1 ആണ്, നാൻഡിൽ 0 ആണ്. ഇവിടെ അതുപോലെ നോർ ഗേറ്റ് എ പ്ലസ് ബി ബാർ ആണ്. അപ്പോൾ ഒറിജിനൽ ഓറിൽ 000 ആയിരുന്നു, ഇവിടെ അത് 001 ആയി. ഒറിജിനൽ ഓറിൽ 01 1 ആയിരുന്നു, പക്ഷെ ഇവിടെ 0. ഒറിജിനൽ ഓറിൽ 10 1 ആയിരുന്നു, ഇവിടെ അത് നോർ വന്നപ്പോൾ 0. ഒറിജിനൽ ഓറിൽ 11 1 ആയിരുന്നു, ഇവിടെ 0 നോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്നറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് വിളിക്കാൻ കാര്യം ഒരു നാൻഡ് ഗേറ്റോ അല്ലെങ്കിൽ നോർ ഗേറ്റോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോർ ഗേറ്റ് ആണെങ്കിൽ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂത്ത് ടേബിളും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് എക്കണോമിക്കലായിട്ട് ക്വിക്കായിട്ടും മറ്റ് 3 ബേസിക് ഗേറ്റുകളുടെ ഫങ്ഷൻ റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 യൂണിവേഴ്സൽ ഗേറ്റും ആ ഗേറ്റിൻ്റെതായ ഔട്ട്പുട്ട് തരികയും ഒപ്പം 3 ലോജിക് ബേസിക് ഗേറ്റുകളുടെ ഫോർമേഷനും കൂടെ ഉണ്ടാക്കി തരാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എക്കണോമിക്കലായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് 4 ഗേറ്റുകളുടെ ഔട്ട്പുട്ട് റിയലൈസ് ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു ഗേറ്റാണ്. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. അതുപോലെ ബൂളിയൻ ഫംഗ്ഷൻ്റെ മറ്റേത് റിസൾട്ടും ബൂളിയൻ ഫംഗ്ഷൻ്റെ റിസൾട്ടുകൾ റിയലൈസ് ചെയ്യാൻ ബൂളിയൻ ഫംഗ്ഷൻ. യൂണിവേഴ്സൽ ഗേറ്റ് വേണമെങ്കിൽ ആൻഡ് ഓർ നോട്ട് ഈ 3 ഗേറ്റുകൾ ഉണ്ടാക്കിത്തരും യൂണിവേഴ്സൽ ഗേറ്റ്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻ്റെ മറ്റ് റിലേഷൻഷിപ്പുകൾ റിയലൈസ് ചെയ്യാൻ നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റിനെ സമീപിക്കാം, യൂണിവേഴ്സൽ ഗേറ്റ് ഉപയോഗപ്പെടുത്താം. അതുപോലെ യൂണിവേഴ്സൽ ഗേറ്റുകൾ ഉപയോഗിച്ച് ആ ഗേറ്റിൻ്റെതായ ഇൻഹറൻ്റ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ റിയലൈസ് ചെയ്യും.